ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 84 സങ്കീർത്തനം 12 തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എത്ര മനോഹരമായ വചനമാണിത്. സങ്കീർത്തകൻ താൻ കർത്താവിനെ ആശ്രയിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ദൈവപ്രവർത്തികൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മോട് ഈ വചനം പ്രഖ്യാപിക്കുന്നത്. കർത്താവെ, അങ്ങിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. ഈ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, വ്യക്തിപരമായ കുടുംബപരമായ നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളെയും, നമ്മളെ വേദനിപ്പിക്കുന്ന ഒത്തിരിയേറെ നൊമ്പരങ്ങളുണ്ട്. നമ്മൾ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ മധ്യയുള്ള ദൈവ സാന്നിധ്യം ആവോളം അനുഭവിക്കുക. ശാലോം ടെലിവിഷനിലൂടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ സമൂഹങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ ഇരുന്ന് അനേകം ദൈവമക്കൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സ്വർഗം നവമായ അഭിഷേകം നമ്മിലേക്ക് പകരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ആ സാന്നിധ്യത്തിലേക്ക് നമ്മളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ ആത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അത്ഭുതകരമായ വഴികൾ തുറന്നു തരണമേ, അത്ഭുത വാതിലുകൾ തുറന്നു തരണമേ, ഉന്നതമായ അഭിഷേകം നൽകണമേ, കൃപാവരങ്ങളാൽ ഉണർത്തണമേ, ദൈവശക്തിയാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളെയും തുറക്കണമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ അടിച്ച് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച്, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്ക് നമ്മളെ എതിരിടാൻ കഴിയും? ആർക്ക് നമ്മളെ തകർക്കാൻ കഴിയും? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരു പരിച പോലെ നമ്മുടെ കർത്താവ് നമ്മളെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. തീമതിലായി, തീക്കോട്ടയായി കർത്താവിന്റെ മഹത്വം നമ്മളെ ചൂഴ്ന്നിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ നന്മകളെ ഓർത്ത് നന്ദിയോടെ നമ്മൾ ഒന്നുചേർന്ന് കരമടിച്ച് പാടി ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. എത്ര പേർക്ക് ഈ തീരുമാനമുണ്ട്? കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിൻ നാമത്തിൽ പൊരുതും. ആമേൻ. കർത്താവേ, കൃപ തരണമേ, പൊരുതുവാൻ കൃപ തരണമേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കൃപ തരണമേ. യേശുവേ, ഓ ദൈവത്തിന്റെ റൂഹായേ വരണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ആമേൻ, ആമേൻ, ആമേൻ. പവർ, പവർ പകരുക കർത്താവേ, പകരുക. കാലഘട്ടത്തിന്റെ അഭിഷേകം, ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ റിലീസ് ചെയ്യണമേ. ലോർഡ്, റിലീസ്
ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം, നമ്മുടെ ജീവിതത്തിന്റെ ബലം, നമ്മുടെ ജീവിതത്തിന്റെ അഭിഷേകം. ഞാനെന്നും വഴി നടക്കും. ഈ തീരുമാനമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോടെ ഇടിമുഴക്ക ശക്തിയോടെ ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമം വിളിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അത്ഭുതങ്ങളുടെ ദൈവമേ, കൃപ വർഷിക്കണമേ, കരുണ ചൊരിയണമേ, ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തീ പടരട്ടെ, ജനകോടികളിൽ കത്തട്ടെ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ കർത്താവിന്റെ തീയേ, റൂഹായുടെ തീയേ കത്തി പടരുക. അന്ധകാര പീഡകള്, ഇരുട്ടിന്റെ ശക്തികള്, പൈശാചിക അരൂപികള്, നാരകീയ ബന്ധനങ്ങള്, തിന്മയുടെ പോരുകള് യേശു നാമത്തിന് അനന്ത ശക്തിയാൽ, യേശുവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ, യേശു വചനത്തിന് അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, ദൈവത്തിന്റെ റൂഹായേ ഞങ്ങൾ ഏറ്റെടുക്കണമേ. ഈ ശുശ്രൂഷകൾ അങ്ങനെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ, മുദ്ര ചെയ്യണമേ, അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന കർത്താവ് പ്രവർത്തിക്കുന്ന വഴികളെക്കുറിച്ചാണ്. കർത്താവിൻ്റെ പ്രവർത്തികളുടെ വഴികൾ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഓരോരുത്തരും എന്തുമാത്രം കർത്താവിൻ്റെ പ്രവർത്തികൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സമൂഹപരമായ ആവശ്യങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ എന്തുമാത്രം ദൈവശക്തിയുടെ വെളിപ്പെടൽ ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് പ്രവർത്തിക്കുവാൻ ഒരു സാഹചര്യവും തടസ്സമല്ല. കർത്താവിന് ഇടപെടുവാൻ യാതൊന്നും പ്രതിബന്ധമല്ല. അവിടുന്ന് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ഒരു വ്യക്തിയെ നിത്യജീവന്റെ അനുഭവം നൽകി അനുഗ്രഹിക്കുവാൻ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ അത് വ്യക്തികളാകട്ടെ കുടുംബങ്ങളാകട്ടെ പൂരിതമാക്കാൻ കർത്താവ് പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ വഴികളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല പലപ്പോഴും കർത്താവ് ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല അസ്വസ്ഥതകൾക്കും വേദനകൾക്കുള്ള കാരണം ഇതാണ്. കർത്താവിൻ്റെ പ്രവർത്തികൾ വേണ്ടതുപോലെ നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇന്നതുപോലെ കർത്താവ് പ്രവർത്തിക്കും, ഇപ്രകാരം കർത്താവ് ഇടപെടും, ഈ രീതിയിലായിരിക്കും കർത്താവ് സുഖപ്പെടുത്തുക, ഇപ്രകാരമായിരിക്കും അത്ഭുതങ്ങൾ നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും കർത്താവ് ചില വഴികൾ തുറന്നു തരിക. പക്ഷെ ഇതിന് വിപരീതമായിട്ടായിരിക്കും മിക്കപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുക. അതോടുകൂടി അനേകരെ വിശ്വാസത്തിൽ തീഷ്ണത കെട്ടവരാകുന്നു, ആത്മീയ ജീവിതം മന്ദതയിലേക്ക് പോകുന്നു, അവർ നൊമ്പരവും പിറുപിറുപ്പും വേദനയുള്ളവരാകുന്നു, പലരും അസംതൃപ്തരാകുന്നു, പ്രാർത്ഥനാ ജീവിതം തന്നെ ക്ഷയിച്ചു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, എന്താണ്
ഈ ആത്മീയ അധപതനത്തിന് കാരണം പലപ്പോഴും നമ്മൾ മനസ്സിൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്. യെശയ്യാ പ്രവചനത്തിൽ കാണുന്നില്ലേ, നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല എൻ്റെ ചിന്തകൾ. നമുക്കൊരു വഴിയുള്ളൂ, കർത്താവിന് ആയിരക്കണക്കിന് വഴികളുണ്ട് നമ്മെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, അഭിഷേകം ചെയ്യാൻ, അനുഗ്രഹിക്കുവാൻ, അത്ഭുതകരമായി നമ്മളെ പരിപാലിക്കുവാൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരങ്ങളിൽ അനേകം 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 വഴികളുണ്ട്. നമ്മുടെ മുൻപിലാണ് ഒരു വഴി, ആ വഴി അടയുമ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥരാകുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ 100,000 വഴികളുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി കർത്താവിന് ഇടപെടുവാനും പ്രവർത്തിക്കാനും കഴിയും. ആ ജെറമിയ പ്രവചനം 32-ാം അധ്യായം 27-ാം വചനം, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വചനമാണിത്. കർത്താവ് നമ്മളെ ചലഞ്ച് ചെയ്യാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? എൻ്റെ സഹോദര സഹോദരി, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് ഇടപെടാൻ പറ്റാത്തത് എന്തെങ്കിലുമുണ്ടോ? ഒന്നും തന്നെയില്ല. അവിടുന്ന് സർവശക്തനാണ്, സകലത്തിന് മതിയായ ദൈവമാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നമ്മോടാണ് ഇന്ന് ഈ ചോദ്യം കർത്താവ് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്ത ഈ വിഷയത്തിൽ കർത്താവിന് ഇടപെടാൻ പറ്റൂ, ഈ പ്രശ്നത്തിൽ കർത്താവിന് ഇത് പരിഹരിക്കാൻ പറ്റൂ. നമ്മുടെ ബുദ്ധിയിലിട്ടിങ്ങനെ പെരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് ആരാ? കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ സർവാധിപത്യവും കർത്താവിൻ്റെ ആ അഗ്ലോറിയസ് ആയിട്ടുള്ള അവൻ്റെ പ്രവൃത്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ സംശയിക്കുകയില്ല, നമ്മൾ ചഞ്ചലചിത്തരാവുകയില്ല, നമ്മൾ ആകുലപ്പെടുകയില്ല. എപ്പോഴും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങളായി നമ്മളെല്ലാം മാറ്റപ്പെടും. എന്തേ നമുക്ക് ഈ തകർച്ച? എന്തേ നമുക്ക് ഈ ദുഃഖം? എന്തേ നമുക്ക് ഈ നിരാശ? എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല? കർത്താവിൻ്റെ അത്ഭുത ശക്തിയിൽ, കർത്താവിൻ്റെ വചനങ്ങളിൽ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ, കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ചങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക്. കർത്താവ് ചോദിക്കുക, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഓ, എന്നാ ചോദ്യമാണിത്! അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഡെലിവറൻസും ഒക്കെ തരുന്നതിന് ലക്ഷ്യം എന്താ? ഒരു വ്യക്തിയെ നിത്യമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാനാണ്. അത് കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, ഒരു ദേശമാകട്ടെ, രാജ്യമാകട്ടെ, കർത്താവിൻ്റെ ആ ഇറ്റേണൽ സാൽവേഷൻ എല്ലാവരും അനുഭവിക്കണം, എല്ലാവരും സ്വന്തമാക്കണം. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് സഭയോട്, ഫിലിപ്പി 2:12 പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. നമ്മുടെ ആത്മരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്. മാർക്കോസിന്റെ സുവിശേഷം, അവിടെ വചനം പറയുന്നു, 8-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവൻ എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടി ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, ആ വ്യക്തിയെ കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അവൻ നേടിയതെല്ലാം ശൂന്യമാണ്, നേടിയതെല്ലാം നശ്വരമാണ്. അതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ രക്ഷ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവനേക്കാളും എത്രയോ എത്രയോ വിലപ്പെട്ടതാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മാവ്. ഒരു മനുഷ്യാത്മാവ് ലോകം മുഴുവനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ! ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകണം. അപ്പോൾ കർത്താവിൻ്റെ ഏതൊരു പ്രവൃത്തിയും ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ
നിത്യരക്ഷയിലേക്ക് നയിക്കാനാണ്. എൻ്റെ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 6-7 വചനങ്ങളാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഏഷ്യയിൽ വചനം പ്രസംഗിക്കണ്ട. ഹോളി സ്പിരിറ്റ് അത് ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ ബിഥീനിയയിലേക്ക് പോകാൻ പൗലോസിലേക്ക് ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു, നീ ബിഥീനിയയിലേക്കും പോകേണ്ട. അന്ന് രാത്രി പൗലോസിലേക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനമുണ്ടാവും. മക്കെദോനിയയിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് പൗലോസിനോട് പറയാണ്, ഞങ്ങളെ സഹായിക്കുക, നീ വന്ന് ഞങ്ങളെ സഹായിക്കുക. അപ്പോസ്തലനായ പൗലോസിനെ കാര്യം മനസ്സിലായി. മക്കെദോനിയയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദമനുസരിച്ച് മക്കെദോനിയയിലേക്ക് പോകുന്നു. അപ്പോസ്തല പ്രവർത്തനം 16-18 കാണാൻ പറ്റും. അവിടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പൗലോസ്ലീഹ എന്നും പോയി വചനം പ്രസംഗിക്കുന്നു. അനേകരെ മാനസാന്തരപ്പെടുന്നു, കർത്താവിനെ കണ്ടുമുട്ടുന്നു. ഈ ഇരിക്കുന്ന സമയത്താണ് ഒരു ആത്മാവ് ബാധിച്ച, ഒരു അശുദ്ധാത്മ ബാധിച്ച ഒരു പെൺകുട്ടി എല്ലാ ദിവസവും വന്ന് പറയും, ഇതാ ദൈവത്തിൻ്റെ ദാസന്മാർ പോകുന്നു, നിങ്ങൾ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് പുറകെ നടന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസിന് മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവല്ല. യേശുവിൻ്റെ നാമത്തിൽ ആ അശുദ്ധാത്മാവിനെ, ആ തിന്മയെ അവൾ ഇന്ന് പുറത്താക്കുകയാണ്. ഇതുമൂലം എന്ത് സംഭവിച്ചു? അവളുടെ യജമാന്മാർക്ക് ആദായ മാർഗം നഷ്ടപ്പെട്ടു. ആ പട്ടണം മുഴുവൻ ഇളകി വശാവുകയാണ്. അവരെന്ത് ചെയ്തു? പൗലോസിനെയും ശീലാസിനെയും ബന്ധിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, 19-ാം വചനം 20-ാമത്തെ വചനമൊക്കെ പറയുന്നു, വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ കഠിനമായി പ്രഹരിക്കുകയാണ്. ശരീരം മുഴുവൻ അടിച്ച് പൊളിക്കുകയാണ്. മാത്രമല്ല 22-23 വചനങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ അവരെ ഫിലിപ്പി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലേക്ക് തള്ളിയിടുകയാണ്. കാലുകൾ കാമം വെച്ചു, കരങ്ങൾ അവർ ബന്ധിച്ചു. അങ്ങോട്ടിങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവർ ബന്ധിതരാവുകയാണ്. ഉള്ളറയിലാണ്, ദുർഗന്ധം വമിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വിരതമായ സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങൾ, ഇതിൻ്റെ നടുവിൽ തങ്ങളെ വിളിച്ച പരിശുദ്ധാത്മാവിനെതിരെ, കർത്താവിൻ്റെ ആലോചനയ്ക്കെതിരെ പിറുപിറുക്കുകയോ പരാതി പറയുകയോ അസംതൃപ്തരാവുകയോ ചെയ്തില്ല. അപ്പോസ്തല പ്രവർത്തനം 16-25 പറയുന്നു, അർദ്ധരാത്രി ആയപ്പോൾ അവിടെ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ, അവർക്ക് കാരാഗ്രഹമാണോ ദേവാലയമാണോ, അവർക്ക് രണ്ടും ഒരുപോലെയാണ്. അവരെവിടെ ചെന്നാൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിംഗ് ഉണ്ട്. ഹോ, ഇതല്ലേ ക്രിസ്തീയ ജീവിതം, ഇതല്ലേ വിശ്വാസ ജീവിതം. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ എവിടെ ചെന്നാൽ, അത് ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അവിടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വ്യാപനം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സാന്നിധ്യത്തിലൂടെ അന്തരീക്ഷവും ആ സാഹചര്യങ്ങളിലും പരിശുദ്ധ അരൂപിയുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടണം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു, ദൈവശക്തി വെളിപ്പെട്ടു. അവർ പാടി ആരാധിക്കുക, ഉച്ചത്തിൽ തടവുകാരെല്ലാം അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആ കാരാഗ്രഹത്തിലേക്ക് ഭൂകമ്പത്തിൻ്റെ രൂപത്തിൽ ആരാണ് അവരെ പറഞ്ഞയച്ചത്? മക്കെദോനിയയിലേക്ക് ആരാണ് അവരെ പറഞ്ഞയച്ചത്? ആ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ഭൂകമ്പത്തിന്റെ രൂപത്തിൽ സർവശക്തിയുടെ ആ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി വന്നു. അടിത്തറ കുലുങ്ങി, അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കപ്പെട്ടു, ബന്ധിച്ച ചങ്ങലകളെല്ലാം പൊട്ടി വീണു. ജീസസ്, എന്നാ ഒരു ആത്മപ്രവർത്തിയ! കർത്താവിൻ്റെ ഇടപെടൽ കണ്ടു. എന്തിനാ കർത്താവ് ഇടപെട്ടത്? ഇതുപോലെ ഈ അത്ഭുതം എന്തിനാ കർത്താവ് ചെയ്തത്? തൻ്റെ ദാസരായ പൗലോസിനെ ശീലാസിനെ രക്ഷിക്കാനല്ല. അത് മറ്റൊരു വശം. അതിനപ്പുറത്ത് കർത്താവിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ജയിൽ വാർഡൻ, കാരാഗ്രഹ പ്രമാണി വന്ന് നോക്കിയപ്പോൾ വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് സാഹചര്യങ്ങൾ ആ ജയിൽ വാർഡൻ നേരിടുകയും. ഒന്ന്, ഹെൽപ്ലെസ്സായ സിറ്റുവേഷൻ, ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. മനുഷ്യരായ ഒരു വ്യക്തിക്ക് ഇനി ഇവനെ സഹായിക്കാൻ പറ്റത്തില്ല. ഇവൻ്റെ മരണം ഉറപ്പാണ്. കാരണം രാജാവ്, ഗവൺമെൻറ് ഇവനെ കൊന്നുകളയും. ഇത്രയും തടവുകാർ ഇവൻ്റെ അശ്രദ്ധ മൂലം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവനതിന് കണക്ക് പറയേണ്ടി വരും. ഉറപ്പാണ് ഇവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും.
ഇതെല്ലാം ഭയന്നുകൊണ്ടാണ് അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. വളരെ വളരെ ഹെൽപ്ലെസ് ആയൊരു സിറ്റുവേഷൻ, ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കും. കർത്താവ് പെർമിറ്റ് ചെയ്യും. എന്തിനാ? നീ നശിക്കാനല്ല, നിന്റെ കുടുംബം തകർന്നു പോകാനല്ല. ഇപ്രകാരം ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചില മക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ചിലപ്പോൾ മാരരോഗം, ചിലപ്പോൾ ക്യാൻസർ ആകാം, ചിലപ്പോൾ ഒത്തിരി വലിയ കടബാധ്യതകളാകാം, ശാരീരികമായ ചില രോഗപീഠകളാകാം. എൻ്റെ സഹോദരങ്ങൾ, ആർക്കും സഹായിക്കാൻ, മനുഷ്യരായൊരു വ്യക്തിക്ക് സഹായിക്കാൻ പറ്റാത്ത വിധം ചില പ്രതിസന്ധികൾ നിന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടോ? നീ ചില തകർച്ചയുടെ നടുവിലാണോ? അപ്രകാരം ഒരു തീച്ചൂളയിലൂടെയാണോ എൻ്റെ സഹോദര സഹോദരി നീ കടന്നു പോകുന്നത്? അസ്വസ്ഥരാകേണ്ട, നിരാശപ്പെടേണ്ട. നിനക്ക് പ്രത്യാശിക്കാൻ വകയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നിന്നോട് പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ! നിങ്ങൾ ഈ വചനത്തിലേക്ക് വാ. ഈ ജയിൽ വാർഡനെ തൻ്റെ നിത്യമായ രക്ഷയിലേക്ക് നയിക്കാൻ കർത്താവ് എന്താ ചെയ്തത്? ഒരു ഹെൽപ്ലെസ് ആയ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത വിധം ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഇവന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചു. ശ്രദ്ധിച്ചേ, കർത്താവ് അനുവദിച്ചു. ദൈവത്തിന്റെ പൈതലേ, എൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ ചില ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ. ആർക്കും ഇനി സഹായിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ പ്രശ്നം എന്നെ കൊണ്ടേ പോകൂ, ഈ തകർച്ച എന്നെ കൊണ്ടേ പോകൂ. നീ ചിന്തിക്കുന്നുണ്ടോ? അത്രമാത്രം കടബാധ്യതകള്, അത്രമാത്രം കലുഷിതമായ ചില പിരിമുറുക്കങ്ങള്, വിട്ടുമാറാത്ത രോഗങ്ങള്, മെഡിക്കൽ സയൻസ് പോലും കൈയൊഴിഞ്ഞ ചില സംഭവങ്ങള്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്തുമാകട്ടെ, കർത്താവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇതൊന്നും ഒരു തടസ്സമല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ! വചനത്തിലോട്ട് വാ. എന്താണ് കർത്താവിൻ്റെ ജീവനുള്ള വചനം നിന്നോട് പ്രഖ്യാപിക്കുന്നത്? ഇത് വചനമാണ്, യേശുവിൻ്റെ വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. ഇത് ശക്തിദായകമായ വചനമാണ്, ഇത് വിമോചിപ്പിക്കുന്ന വചനമാണ്, സുഖപ്പെടുത്തുന്ന വചനമാണ്, അനുഗ്രഹിക്കുന്ന വചനമാണ്, നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഹെൽപ്ലെസ് ആയ സിറ്റുവേഷൻ. രണ്ടാമതെന്താ? ഹോപ്പ്ലെസ്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, പ്രത്യാശ ഒക്കെ മങ്ങിപ്പോയി. ഹോപ്പ്ലെസ്. അതുകൊണ്ടല്ല ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ പോവാ, അതിനേക്ക് മുമ്പ് അങ്ങ് മരിച്ചു കളയാം. ഹോപ്പ്ലെസ്. ഇതുണ്ട്. പലരും ചിന്തിക്കുന്നു, എന്തിനെങ്ങനെ ജീവിക്കുന്നത്, മരിച്ചാ മതി. ആത്മഹത്യക്ക് ഒരുക്കുന്നു, ആത്മഹത്യ ചിന്തിക്കുന്നു. ഇവർക്കൊക്കെയുള്ള ദൂതാണിത്. കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ജീവിതം നീയായിട്ട് അവസാനിപ്പിക്കരുത്, നീയായിട്ട് തീർത്ത് കളയരുത്. നിനക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്. എത്ര ഹെൽപ്ലെസ് ആയ സാഹചര്യത്തിലും നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിമോചിപ്പിക്കുവാൻ, നിന്നെ കൈപ്പിടിച്ചുയർത്തുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചോ എൻ്റെ പൈതലെ, വിശ്വസിച്ചോ. ഇവിടെ എന്താ സംഭവിച്ചേ? അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുമ്പോഴാണ് പൗലോസ് പറയുന്നത്, സാഹസം കാണിക്കരുത് സഹോദര, നീ അവിവേകം കാണിക്കരുത്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്, നീ എന്തിനെ പേടിക്കണേ? അവന് മനസ്സിലായി, അവനൊരു അക്രൈസ്തവൻ വിജാതീയനാണ്. അവന് മനസ്സിലായി, ഇവരുടെ ദൈവം സശക്തനാണ്. ചീത്തയും തെറിയും പച്ചത്തെറി പറഞ്ഞിട്ടാണ് ഇവരെ ജയിലിൻ്റെ ഉള്ളിലേക്ക്, ഉള്ളറയിലേക്ക് കയറ്റി വിട്ടത്. എന്നാൽ സഹോദരങ്ങളെ, ഈ ദൈവ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തേ? 30-ാമത്തെ വചനം, അപ്പോസ്തല പ്രവൃത്തി 16:30 പൗലോസിന് ശീലാസിനെ കാൽക്കൽ വീണ്ടുകൊണ്ട് പറയും, യജമാന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അനുഭവിക്കുന്ന രക്ഷ എനിക്കും കിട്ടണം, നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം എനിക്കും വേണം, നിങ്ങൾ അനുഭവിക്കുന്ന ആ ആത്മശക്തി എന്നിലേക്കും പകരപ്പെടണം, എനിക്കും യേശുവിൻ്റെ ആ നിത്യജീവന്റെ അനുഭവം വേണം. ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞു 31-ാം വചനത്തിൽ, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഇതാണ് വഴി. നീ സറണ്ടർ ആവുക, നീ യേശുവിനെ വിശ്വസിക്കുക, നീ കർത്താവിന് ജീവിതം കൊടുക്കുക, നീ കർത്താവിൻ്റെ പൊന്നുമോനായി മാറ്.
നീ മാത്രമല്ല, നിന്റെ കുടുംബത്തിലേക്ക് അവൻ്റെ രക്ഷ കടന്നു വരും. ഓ, എന്നാ ഒരു വചനമാണ്! ഇതാണ് സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ബിലീവ്, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. നിനക്ക് വിടുതലുണ്ട്, നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് നിത്യജീവനുണ്ട്, നിനക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്. ആര് പറഞ്ഞു എല്ലാം കഴിഞ്ഞുവെന്ന്? പിശാച് പറയുന്നു. എന്നാൽ കർത്താവ് എന്ത് പറയുന്നു? വിശ്വസിക്കുക, എൻ്റെ മകനെ, മകളെ, നിനക്ക് ഇനിയും പ്രത്യാശിക്കാൻ വകയുണ്ട്. അവൻ വിശ്വസിച്ചു. 33 വചനത്തിൽ പറയും, കുടുംബമായി മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു. 34 വചനം പറയുന്നു, ദൈവത്തിൽ അവൻ വിശ്വസിച്ചത് കൊണ്ട് അവനും അവൻ്റെ ഭാര്യയും മക്കളും കുടുംബം മുഴുവൻ അത്യന്തം പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. കണ്ടു, ആ ജയിൽ വാർഡനെ അവൻ്റെ കുടുംബത്തെയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ കർത്താവ് പ്രവർത്തിച്ച വഴികൾ കണ്ടു, കർത്താവിൻ്റെ ഇടപെടലുകൾ കണ്ടു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളാകാം, നൊമ്പരങ്ങളാകാം, വിട്ടുമാറാത്ത രോഗങ്ങളാകാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം, എന്തു തന്നെയാവട്ടെ, ഇതെല്ലാം നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, നമ്മെ ഉറപ്പുള്ള കൃപയുടെ സമൃദ്ധിയിലേക്ക്, നമ്മെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തിയിലേക്ക്, നമ്മളെ നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് ദിനംതോറും വളർത്തുവാൻ കർത്താവ് നൽകുന്ന നന്മകളാണ്, തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കി സറണ്ടർ ആവുക, കർത്താവിന് മുമ്പിൽ സറണ്ടർ ആവുക, കർത്താവിന് മുമ്പിൽ എളിമപ്പെടുക. ഈ ജയിൽ വാർഡനെ പോലെ നമ്മൾ കൊച്ചു കുഞ്ഞിനെ പോലെ പറയണം, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അവർ ചോദിച്ചിട്ട് രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോകേണ്ട വഴി കർത്താവ് പറഞ്ഞു തരും. നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു തരും. നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു തരും. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ വിട്ടുപേക്ഷിക്കാൻ അതെല്ലാം പറയും, അതുപോലെ അങ്ങ് അനുസരിക്കണം. അപ്പോൾ ദൈവശക്തിയുടെ പൊതിച്ചൽ എൻ്റെ സഹോദര സഹോദരി എനിക്കും നിനക്കും ലഭിക്കുമെന്ന് വചനം ഉറപ്പ് തരികയാണ്. നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് പ്രവർത്തിക്കുന്ന വഴികൾ നിങ്ങൾ കാണുക. ഇത് ഈ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനും മതിയായവനുമാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,